നടക്കാനിരിക്കെ സമയം വെറുതെ കളയാൻ ആഗ്രഹിക്കുന്നില്ല. ഈ അവസരത്തിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹത്വവും ബഹുമാനവും അവിടത്തോടുള്ള അദബും എല്ലാം സംസാരിക്കുന്ന ചർച്ച ചെയ്യുന്ന സമയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ അത് ധാരാളമായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക, അത് മഹബ്ബത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ്. ഇത് പറയുമ്പോഴാണ് മനോഹരമായ ഈ പള്ളി ബഹുമാനപ്പെട്ട തങ്ങൾ ഇവിടെ നിർമ്മിച്ചത്. അർഹമുർ റഹീമീനായ റബ്ബേ, മദീന മുനവ്വറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഈ പള്ളി, നമ്മുടെ സദസ്സ് നീ കാണിച്ചു കൊടുത്ത് നീ സന്തോഷിപ്പിക്കണേ തമ്പുരാനെ. സുഹൃത്തുക്കളെ, മഹാനായ തങ്ങള് ഇവിടെ നിർമ്മിച്ച പള്ളി നിസ്കരിക്കാനും മാത്രമുള്ള ഒരു പള്ളിയല്ല. ഈ പള്ളിയും ഈ സ്ഥാപനവും ഈ കേന്ദ്രവും മതമൈത്രിയുടെ സൗഹാർദ്ദത്തിന്റെ കേന്ദ്രവും കൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. കാരണം തങ്ങളുമായി ബന്ധമുള്ള ആളുകള്, തങ്ങളെ സമീപിക്കുന്ന ആളുകൾ ഇവിടെ കേവലം മുസ്ലിമീങ്ങൾ മാത്രമല്ല, ധാരാളം ഹിന്ദുക്കളും ഹൈന്ദവ സഹോദരന്മാരും ക്രൈസ്തവരും എല്ലാ മതക്കാരും ബഹുമാനപ്പെട്ട തങ്ങളുമായിട്ട് വലിയ ബന്ധത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ പള്ളി എന്ന് ഒരു സ്ഥലത്ത് പള്ളി വരുമ്പോ മറ്റു മതസ്ഥർക്ക് ആശങ്ക വേണ്ട, പേടി വേണ്ട. വലിയൊരു പള്ളി ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. എന്തായാലും ഇവിടെ സംഭവിക്കാൻ പോകുന്നത് യാതൊരു ഭയമില്ല. മുസ്ലിമീങ്ങളുടെ പള്ളി എന്ന് പറഞ്ഞാൽ അത് സമാധാനത്തിന്റെ കേന്ദ്രമാണ്, ശാന്തിയുടെ കേന്ദ്രമാണ്. ഇന്ന് ചുറ്റുപാട് അത്ര വലിയ റാഹത്തില്ല, സന്തോഷത്തിനില്ല. എല്ലായിടത്തും പലയിടത്തും വർഗീയ കലാപങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചുറ്റുപാടിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അതേസമയം മുസ്ലിമീങ്ങളുടെ പള്ളി എന്ന് പറഞ്ഞാൽ ചുറ്റുപാട് എവിടെയെങ്കിലും വർഗീയ കലാപം പൊട്ടിപ്പുറപ്പെട്ടാൽ സമാധാനത്തിന് മറ്റ് മധ്യസ്ഥർക്ക് പോലും അഭയം കൊടുക്കാനും അവരെ സംരക്ഷിക്കാനും നമ്മുടെ പള്ളി, ഈ പരിസരം അത് എപ്പോഴും തയ്യാറുണ്ടാവും. കാരണം മറ്റേതെങ്കിലും മതസ്ഥരുടെ ഒരു പ്രശ്നങ്ങളും കുഴപ്പങ്ങളും ഗുൽമാനും ഉണ്ടായെങ്കിൽ മറ്റേതെങ്കിലും മതസ്ഥന്റെ അമ്പലത്തിലോ മറ്റേ ചർച്ചിലോ എല്ലാവർക്കും പോയിട്ട് അങ്ങനെ കയറിക്കൂടാൻ കഴിയില്ല. കാരണം ചിലപ്പോൾ അവിടെ കള്ളുകുടിക്കുന്ന ആളുകൾ ഉണ്ടാവും, മദ്യലഹരിയിൽ ലയിച്ചു പോയ ആൾക്കാരുണ്ടാവും. അപ്പൊ എന്താ പറയില്ല, മുസ്ലിം സമുദായത്തിന്റെ പള്ളി എന്ന് പറയുന്നത് അത് സമാധാനത്തിന്റെ ശാന്തിയുടെ കേന്ദ്രമാണ്. ഏത് പ്രശ്നങ്ങൾ ഉടലെടുക്കുന്ന സമയത്തും ഇവിടെ സംരക്ഷണവും ശാന്തിയും അവർക്ക് കൊടുക്കാൻ പറ്റുന്ന കേന്ദ്രമാണ്. അതുകൊണ്ട് തന്നെ മഹാനായ തങ്ങള് ഇവിടെ നിർമ്മിച്ച ഈ പള്ളി എന്നല്ല, ഏത് സ്ഥാപനങ്ങളായാലും അത് മതമൈത്രിയുടെ സൗഹാർദ്ദത്തിന്റെ കേന്ദ്രമാണ്. അർഹമുർ റഹീമീനായ അല്ലാഹു സുബ്ഹാനഹു വ തആല തങ്ങൾക്ക് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും അല്ലാഹു കൊടുക്കുമാറാകട്ടെ. ഇനിയും എല്ലാവിധ ഇതുപോലുള്ള സംരംഭങ്ങൾ ഒരുക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, മുസ്ലിമീങ്ങൾ, സമ്പന്നന്മാർ എല്ലാവരും തങ്ങളെ പിന്നിൽ ഇത്തരം സംരംഭങ്ങളിൽ അണിയനിരക്കണമെന്ന് എല്ലാവരോടും ഓർമ്മപ്പെടുത്തി അർഹമുർ റഹീമീനായ അല്ലാഹു എല്ലാവിധ തൗഫീഖ് നമുക്ക് ചെയ്യട്ടെ. എല്ലാവിധ ആശംസകളോടുകൂടെ അസ്സലാമു അലൈക്കും.